വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. അപ്പം നിങ്ങളെല്ലാവരും 10th പ്രിലിംസ് നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പം നല്ല മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരിക്കും മിക്ക ചോദ്യങ്ങളും നമ്മളെ തേടി വരിക അല്ലേ? അപ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്നത് അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ SCERT പാഠഭാഗങ്ങളെയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും വേണം. നോക്കൂ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ചോദ്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു തന്നെ പോകണം. നിങ്ങൾ PYQ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പം അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് കണ്ടെത്തി ആ ചാപ്റ്ററിനെയും നല്ല കാര്യക്ഷമമായിട്ട് പഠിക്കുക. നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. നോക്കൂ, വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. സെന്റൻസുകൾ വായിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി വായിക്കുക. മനുഷ്യ ശരീരം പഠിക്കുമ്പോൾ വൃക്ക, ഹാർട്ട്, അതുപോലെ ശ്വാസകോശം ഇതൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? രക്തം കൊണ്ടുവരുന്നതും അല്ല തിരികെ കൊണ്ടുപോകുന്നതും ഇതൊക്കെ പരസ്പരം മാറിപ്പോകാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നതാണ്. ബയോളജി പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വായിക്കുക. ഓപ്ഷൻ എ, വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. ഓപ്ഷൻ ബി, വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാസിരയാണ്. ഓപ്ഷൻ സി, വൃക്കാധമനിയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവ കുറവായിരിക്കും. ഇവയെല്ലാം തെറ്റാണ്. സെന്റൻസുകൾ കാണുമ്പോഴേ നിങ്ങൾക്ക് പരിചയം തോന്നും, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇവിടെ ഉത്തരം എന്താണ്? ശരിയായത് ഏതാണിതിൽ? ഏതാണ് ശരിയായത്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണോ? ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. ബാക്കി കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകളെല്ലാം തെറ്റാണ്. വൃക്ക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പയർ ചെയ്ത ഹാർട്ടും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ തമ്മിൽ തിരിഞ്ഞു പോകും. അത് ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ അത് തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് പഠിക്കുമ്പോൾ കേട്ടോ. നോക്കൂ, ഇത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. വൃക്കയും അരിക്കലും നമ്മുടെ SCERT പാഠഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. വൃക്കയുടെ ആകൃതി നോക്കൂ, ചോദിക്കാറുണ്ട്. വൃക്കയുടെ ആകൃതി എന്താണ്? നോക്കൂ, പയറ് വിത്തിന്റെ ആകൃതിയാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഉദരാശയത്തിൽ, നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ? നമുക്ക് എത്ര ജോഡി വൃക്കകളുണ്ട്? ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കും. അപ്പൊ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാധമനിയാണ്. വൃക്കാധമനിയാണ്. വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. ഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാം. ഇത് രണ്ടും തമ്മിൽ കൂടിക്കുഴഞ്ഞു പോകരുത്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്തൊക്കെയുണ്ട്? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? വൃക്കാധമനിയിലൂടെ എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിനു ശേഷം ഏത് വഴിയാണ് രക്തം തിരിച്ചു പോകുന്നത്? ഏത് വഴിയാണ്? വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. എന്താണ്? താരതമ്യേന കുറവായിരിക്കും. സെന്റൻസുകൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ? തെറ്റായ സെന്റൻസുകൾ കണ്ടില്ലേ? സെന്റൻസുകളെ പരിചയം കാണും. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മൾ തെറ്റിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമാകുന്ന രക്തത്തിലെ മാലിന്യങ്ങൾ ഏത് വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് പങ്കുവഹിക്കുന്നത് ആരാണ്? വൃക്കകളാണ്.
അപ്പൊ ഇവിടെ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം എത്ര ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ വൃക്കയുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വൃക്കാധമനി, വൃക്കാസിര നമ്മൾ പഠിച്ചു. വൃക്കാധമനിയിലൂടെയാണ് രക്തം എവിടേക്ക് എത്തുന്നത്? വൃക്കയിലേക്ക് എത്തുന്നത്. അതിനുശേഷം വൃക്കാസിര വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അവിടെ ഇതിൻ്റെയൊക്കെ അളവ്, യൂറിയയുടെയും ഗ്ലൂക്കോസിന്റെയും ലവണത്തിന്റെയും ഓക്സിജന്റെയും ഒക്കെ അളവ് താരതമ്യേന കുറവായിരിക്കും എന്നും പഠിച്ചു അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇതിവിടെ കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ. നോക്കൂ, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആഗ്നേയ ഗ്രന്ഥി, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി പീനിയൽ ഗ്രന്ഥി. എവിടെയാണ് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം അല്ലെങ്കിൽ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത്? എവിടെയാണ്? കരളിലാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്, ലിവറാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അപ്പൊ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇതെന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അപ്പൊ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നത് അപ്പോഴേ നമ്മുടെ ശരീരത്തിലെ വലിയ ഗ്രന്ഥിയായ കരളാണ്. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? കരളാണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ്. നോക്കൂ, പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അമോണിയ ഉണ്ടാകുന്നു. അമോണിയ ഉണ്ടാകുന്നു. ശരീരത്തിന് ഇത് ഹാനികരമാണ് കേട്ടോ. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത എന്താക്കി മാറ്റുന്നു? യൂറിയയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതും ചെയ്യുന്നത് ആരാണ്? കരളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. കരൾ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പാസ്ചറൈസേഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗമാണ് എന്ത്? പാസ്ചറൈസേഷൻ എന്നിവിടെ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കണേ. അടുത്തത് വൈൻ, പഴച്ചാറുകൾ എന്നിവ പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. ഓപ്ഷൻ ഡി തെറ്റില്ല. എന്താ ഇവിടെ ഉത്തരം? ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നുള്ളതാണ്. പാസ്ചറൈസേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എല്ലാവരും പാലിന്റെ പാക്കറ്റ് വാങ്ങുന്നതാണ് അല്ലേ? അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന്. ബയോളജിയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ SCRT പാഠഭാഗങ്ങളെ ശരിയാവണ്ണം വായിക്കാത്ത ഒരാൾ ഇവിടെ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമെന്നറിയാമോ? ഓപ്ഷൻ സി തിരഞ്ഞെടുക്കും. എന്നാൽ ഇവിടെ ഓപ്ഷൻ സി ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല. വൈനും പഴച്ചാറും എന്നിവ പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ഉത്തരം തെറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ പാസ്ചറൈസേഷൻ എന്താണെന്ന് ശരിയായി മനസ്സിലാക്കുക. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള മാർഗം മാത്രമല്ല പാസ്ചറൈസേഷൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇത് ശരിയായ പ്രസ്താവന. അടുത്തത് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. അതും ശരിയായ പ്രസ്താവന. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളതും എത്ര സെക്കൻഡ് ആണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പെട്ടെന്ന് തണുപ്പിക്കുന്ന ഡിഗ്രി സെൽഷ്യസും ഓർത്തിരിക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്നത്. അടുത്ത നോക്കൂ. ഈ സെന്റൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വൈൻ, പഴച്ചാറുകൾ എന്നിവ പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ വൈനും പഴച്ചാറും പാലും എല്ലാം പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരം തെറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്.
അസ്ഥികളെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം? നോക്കൂ, ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി പെരിഓസ്റ്റിയം, ഓപ്ഷൻ സി പ്ലൂറ, ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. എപ്പോഴും ചോദിച്ചിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഈ പെരികാർഡിയവും പ്ലൂറയും അല്ലെ, ഇത് രണ്ടെണ്ണവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഇവിടെ ഉത്തരം ഏതാ? അസ്ഥികൾ. അസ്ഥികൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, ഓസ്റ്റിയം, പെരിഓസ്റ്റിയമാണ്. എന്താണ്? അസ്ഥികളെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണം ഇവിടെ ഏതാണ്? പെരിഓസ്റ്റിയമാണ്. അപ്പൊ നമ്മൾ അതും പഠിച്ചിരിക്കുക. നമുക്ക് നോക്കാം. അത് നോക്കൂ, ഒരു അസ്ഥിയുടെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, പുറമേ പെരിഓസ്റ്റിയം കാണിച്ചിട്ടുണ്ട്, ഉള്ളിൽ രക്തക്കുഴലുകൾ. അപ്പൊ അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ എത്ര ശതമാനമാണ്? 18%. നമ്മുടെ ശരീരത്തിന് ഘടനയും അതുപോലെ താങ്ങും സംരക്ഷണവും ഒക്കെ നൽകുന്നത് എന്താണ്? അസ്ഥികളാണ്. അപ്പൊ ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണത്തിന്റെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താ? പെരിഓസ്റ്റിയം. പെരിഓസ്റ്റിയം. അപ്പൊ ഈ അസ്ഥികളിൽ എന്തൊക്കെയുണ്ട്? രക്തക്കുഴലുകളും നാഡികളും അതുപോലെ ലിംബവാഹികളും കാണപ്പെടുന്നു. നോക്കൂ, രക്തക്കുഴലുകളും രക്തക്കുഴലുകളും നാഡികളും ലിംബവാഹികളും കാണപ്പെടുന്നു. എവിടെ? അസ്ഥികൾക്കുള്ളിലാണ് കേട്ടോ. നോക്കൂ, കാൽസ്യം, ഫോസ്ഫേറ്റ് അതുപോലെ കൊളാജൻ പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ എന്തിനു സഹായിക്കുന്നു? അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകാൻ സഹായിക്കുന്നു. അവിടെയും ഒരു ചോദ്യമുണ്ട്. അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകാൻ സഹായിക്കുന്നത് താഴെ ഓപ്ഷനിൽ എന്തൊക്കെ കാണും? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻ, ലവണങ്ങൾ. കേട്ടോ, തെറ്റിക്കരുത് കേട്ടോ. ഇനി അസ്ഥികളുടെ വളർച്ച, കേടുപാട് പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് എന്താണ്? അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. കോശത്തിന്റെ പേരെന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾ. പുതിയ പാഠഭാഗങ്ങൾ, അതായത് പരിഷ്കരിച്ച പാഠഭാഗങ്ങളെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണാത്ത പല ചോദ്യങ്ങളും PSC കൊണ്ടുവരും. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. ബ്രെയിനിലെ കോശങ്ങളാണോ? അസ്ഥിമജ്ജയിലെ കോശങ്ങളാണോ? പ്ലാസന്റയിലെ കോശങ്ങളാണോ? ആമാശയ ഭിത്തിയിലെ കോശങ്ങളാണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോണിനെ കുറിച്ച്? ഏതാണ്? പ്ലാസന്റയിലെ കോശങ്ങളാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത നമുക്കറിയണ്ടേ? വേണം. HCG ഹോർമോൺ എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്ലാസന്റയിലെ ഹോർമോൺ ആണ്. പ്ലാസന്റയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG എന്ന് പറയുന്നത്. അപ്പൊ ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ ശരീരത്തിൽ ഈ ഹോർമോണ് അതിവേഗം കൂടും. എന്താണ്? ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ ഈ ഹോർമോണിന്റെ ഉൽപാദനം അതിവേഗം കൂടും. അപ്പൊ ഈ ഹോർമോൺ ഗർഭാശയത്തിന്റെ എവിടെ നിലനിൽക്കും? ആന്തരഭാഗത്ത് നിലനിൽക്കും, ആന്തരപാളിയിൽ നിലനിൽക്കും. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ ഉൽപാദനത്തെ ഇതെന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കുകയും ചെയ്യും. എന്തിന്റെ ഉൽപാദനത്തെ? പ്രൊജസ്ട്രോണിന്റെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ മൂത്രത്തിലോ അല്ലെങ്കിൽ രക്തത്തിലോ ഈ HCGയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഗർഭധാരണം നടന്നു എന്ന് ഉറപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഗർഭധാരണ കിറ്റുകൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗർഭധാരണം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഏത് ഹോർമോണിന്റെ സാന്നിധ്യം കൊണ്ടാണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ. എന്തുകൊണ്ടാണ് വീട്ടിൽ വെച്ച് പോലും ഗർഭനിർണയ കിറ്റുകളുടെ സഹായത്തോടെ ഈ പരിശോധന നടത്തുന്നതെന്ന് മനസ്സിലായില്ലേ?
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ 10th മെയിൻസിന്റെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിലിംസിന് നല്ല രീതിയിൽ മാർക്ക് കിട്ടും, പാസ്സാകും എന്ന് ഉറപ്പുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുക, പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ ആഴത്തിൽ തന്നെ പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് എത്താൻ സാധിക്കുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും അറിയാം. സൂം ക്ലാസ്സുകൾ ഉണ്ടാകും, ലൈവ് സെക്ഷൻസ് ആയിരിക്കും, അതുപോലെ PYQ ഡിസ്കഷൻ വളരെ മികച്ച രീതിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എല്ലാം തന്നെ അപ്പോൾ പരിഹരിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളൊരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മെന്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. എവിടെയാണ് പഠനത്തിൽ തടസ്സം നേരിടുന്നത്, എങ്ങനെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലേ. അപ്പൊ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഒരു പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ലഭിക്കും. അപ്പൊ എല്ലാവരും ചേർന്ന് പഠിക്കുക. 10th മെയിൻസിന്റെ പുതിയ ബാച്ചാണ്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം, എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ തീർക്കുക, മുന്നോട്ട് പോകുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്